കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കുടുംബാധിപത്യം ഒരു പുതിയ കാര്യമല്ല. ഇപ്പോഴിതാ സോണിയയ്ക്ക് പിന്നാലെ മകൻ രാഹുൽ ആണ് അധികാര കേന്ദ്രങ്ങളിലെ താക്കോൽ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഭരണപക്ഷം, ഭരണകൂടം വേട്ടയാടുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. അമ്മയ്ക്കും മകനുമെതിരെ നാഷണൽ ഹെറാൾഡ് കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സോണിയയുടെ മരുമകൻ വാദ്രയ്ക്കെതിരെ ഭൂമി ഇടപാടിൽ അഴിമതി നടന്നു, കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെ ആരോപിച്ച് ED ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഈ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത്? കോൺഗ്രസ്സിന് എന്താണ് സംഭവിക്കുക? ഈ പറഞ്ഞതുപോലെ BJPയുടെ വേട്ടയാണോ നടക്കുന്നത്? രാഷ്ട്രീയത്തിൽ വേട്ടയാടലുണ്ടോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു വേട്ടയാടലാണ്. ഓരോ പാർട്ടിയെ മറ്റൊരു പാർട്ടി പല രൂപത്തിൽ തകർക്കാൻ ശ്രമിക്കും, എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ പാർട്ടികളും. ഇപ്പോൾ പറയാറുണ്ട്, കക്കാൻ പഠിച്ചാലും നിൽക്കാൻ പഠിക്കണം. കള്ളം കാണിക്കുന്നില്ലല്ല മിടുക്ക്, ആ കള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ് മിടുക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രം തുടങ്ങിയിട്ട് ഇത്ര വർഷമായി? 1938 മറ്റേ തുടങ്ങിയതാണ്. നെഹ്റുവിൻ്റെ കാലത്ത് 37-38 തുടങ്ങിയതാണ്. 2000 ആകുമ്പോൾ അവരത് എന്ത് സംഭവിച്ചു? വലിയ നഷ്ടത്തിലേക്ക് പോയി. പിന്നെ അത് വേറൊരു കമ്പനിക്ക് വെക്കുന്നു, യങ് ഇന്ത്യക്ക് കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്താണ് ഈ കുഴൽപ്പണം പോലുള്ള പണം വാങ്ങി, കള്ളപ്പണം വാങ്ങി എന്നൊക്കെ ഉള്ളതാണ് വിഷയം. അപ്പോൾ ഈ ഇപ്പോൾ 2024 അതെ. 2014 മുതലേ ഈ സുബ്രഹ്മണ്യ സ്വാമി നമ്മുടെ തമിഴ്നാട്ടിൽ അതേ ഒരു കേസ് കൊടുത്തിരുന്നു. 10 വർഷം മുമ്പ്. അതും ഇങ്ങനെ കിടന്ന് കറങ്ങി 10 വർഷമായിട്ട് കോടതിയിലാണ്. 10-12 വർഷമായിട്ട് കോടതിയിലാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ജീവൻ വച്ച സമയമായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ 99-100 സീറ്റിനടുത്ത് പിടിച്ചു. ഇപ്പോൾ ഗുജറാത്തിൽ അവരുടെ സമ്മേളനം നടന്നല്ലോ, AICCയുടെ സമ്മേളനം നടന്നു. അപ്പോൾ അവർ അവിടെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഗുജറാത്ത് പിടിക്കും, ഉടൻ തന്നെ ഗുജറാത്ത് പിടിക്കുമെന്ന് പറയുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണി ബംഗാളിൽ വരാനിരിക്കുന്നു. പിന്നെ തമിഴ്നാട് വരും, കേരളം വരും. ഇങ്ങനെ ഒരു ഈ 2030 5 വർഷത്തിനകത്ത്, അടുത്ത 5 വർഷത്തിനകത്ത് നിരവധി സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ്. പിന്നെ അത് കഴിയുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പാർലമെൻറ്റ്. അപ്പോൾ 30-നകത്തൊരു 4-5 തെരഞ്ഞെടുപ്പുകളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള സജ്ജമാകലാണ് അവർ പല രൂപത്തിൽ ചെയ്യുന്നത്. സമ്മേളനങ്ങൾ നടത്തുന്നു, ആളുകളെ കൂട്ടുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അതിനൊരു വലിയ അടി ഇത് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഇത് 2 പ്രധാനപ്പെട്ട നേതാക്കളെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ED കുറ്റപത്രം കൊടുത്തത് കോടതിയും കൂടെ സമ്മതിച്ചാൽ ചിലപ്പോൾ എന്തിലേക്ക് പോകാം? വിചാരണയിലേക്ക്, അറസ്റ്റും വിചാരണയും കാര്യങ്ങളൊക്കെ നടക്കാം. ഈ 25-ാം തീയതി കുറ്റപത്രം സ്വീകരിക്കാമോ എന്ന കാര്യത്തിൽ വാദം കേൾക്കുകയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാം? ഇവരുടെ അറസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ സംഭവിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയൊരു ക്ഷീണം, അടിയായിരിക്കും, വലിയ അടിയായിരിക്കും. കാരണം നമ്മൾ പറയുന്നത് തകർന്നു പോകാം. കാരണം നേതാക്കളെ അകത്താവുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. ജനങ്ങൾക്ക് ഇതിനകത്ത് വിശ്വാസമുണ്ട്. ഈ കുടുംബാധിപത്യം ഒരു പാർട്ടി ഉണ്ട്. ഒരു വശത്ത് കുടുംബവാഴ്ചയുടെ പ്രശ്നം കിടക്കുന്നു, മറ്റൊരു വശത്ത് അഴിമതിയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അഴിമതി, 2G സ്പെക്ട്രം അഴിമതി, പല വിശ്വാസ്യത തകർന്നു. പിന്നെ കുംഭകോണങ്ങളുടെ ഒരു ബഹളമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, ഘോഷയാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും കോടതി എന്ന് പറഞ്ഞാൽ, EDയുടെ കുറ്റപത്രത്തിലുള്ളത് കോടതിയും കൂടെ അംഗീകരിച്ചാൽ ബുദ്ധിമുട്ട് ഒരുപാട് വരും, വലിയ ബുദ്ധിമുട്ട് വരും. അതേസമയം കോടതിയിൽ നിന്ന് ഇപ്പോൾ ED ഇപ്പുറത്ത് നിൽക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഉടുമ്പ് പിടിക്കുന്ന പോലെയാണ്, വിടില്ല. അത് വേറെ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ EDക്ക് അദ്ദേഹത്തിന് നിയമമൊക്കെ അറിയാം. വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. അല്ല, ഇയാൾക്ക് ED നിയമമൊക്കെ അറിയാം. അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. അതെ, നല്ല നിയമം അറിയാന്നുള്ള ആളാണ്, ചെറിയ ആളല്ല. പിന്നെ കാര്യങ്ങളിൽ അദ്ദേഹം നല്ല അഗ്രഗണ്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിസന്ധി വന്നിട്ടുണ്ട് കോൺഗ്രസ്സിന്. വന്നില്ല എന്ന് നമുക്ക് പറയാൻ ഒരു കാരണവശാലും പറ്റില്ല. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ കേസിൽ ഒരു പക്ഷേ കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി വിചാരണ നടത്തി കുറ്റക്കാരാണ്, ഇപ്പോൾ ഇവർ അപ്പീലൊക്കെ പോവും, അവർ തീർച്ചയായിട്ടും സുപ്രീം കോടതി വരെ പോവാം. കാരണം ഇത് ഏറ്റവും താഴെത്തട്ടിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി സുപ്രീം കോടതി വരെ എത്തുമ്പോൾ എത്ര നാളെടുക്കും? ഈ കേസ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെ 11 വർഷം എടുത്തു. അപ്പോൾ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവർ കുറ്റക്കാരാണെന്ന് വിചാരണ കഴിഞ്ഞ് കോടതി കണ്ടെത്തിയാൽ പിന്നെ ഈ നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യം കോൺഗ്രസിൽ നിന്ന്
നഷ്ടമാകുമോ? അവർ കോൺഗ്രസിന് പുറത്തേക്ക് പോകേണ്ടി വരും? കോൺഗ്രസിന് പുറത്ത് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് മറ്റ് വ്യവസായികളുമായിട്ടും വേറൊരു തലത്തിലൊക്കെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടിയുടെ മൊത്തം സെറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി ആരാവുക, അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാവുക, അധികാര കേന്ദ്രമാണല്ലോ പ്രധാനം. ഇപ്പം സ്വാഭാവികമായിട്ട് അവർക്കിപ്പോൾ അങ്ങനെ ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ആ ഇപ്പോൾ ഒരു അധികാര കേന്ദ്രത്തിൻ്റെ പിൻസീറ്റ് ഡ്രൈവർമാരാണ് ഇവർ. ഇപ്പോൾ സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും അത് അങ്ങനെ തുടരുമായിരിക്കും. മുൻസീറ്റിലേക്ക് വരാനുള്ള സാധ്യത അതിന് വളരെ കുറവാണ്, എളുപ്പമല്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊന്നും അങ്ങനെ ഒരു കരിസ്മാറ്റിക് ലീഡറായി വളർന്ന് ഇതുവരെ വന്നിട്ടില്ല. ഒരു കരിസ്മാറ്റിസം ഉണ്ട്, ലീഡർക്കൊരു കരിസ്മാറ്റിസം ഉണ്ട്. ആ വാക്കാണ് കറക്റ്റ്. കുറച്ച് നല്ല ഒരു നമ്മൾ കാണിച്ചാൽ പറയാറില്ലേ, കണ്ടാൽ തന്നെ ഒരു ഗെറ്റപ്പ് എന്നൊക്കെ പറയാം. ഗെറ്റപ്പ് രാജകല എന്നൊക്കെ നമ്മൾ അതുണ്ട്, എല്ലാം നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. മുഖ്യമന്ത്രി ആയാലും മന്ത്രി ആയാലും ചില ആളുകൾ അങ്ങനെ തന്നെയാണ്, അതിനുവേണ്ടി ജനിച്ചതാണെന്ന് തോന്നും. അവരുടെ ജന്മം അതിനു വേണ്ടിയാണെന്ന് തോന്നും. ബോഡി ലാംഗ്വേജും എല്ലാം അങ്ങനെ തന്നെ അവർ. അല്ലാതെ നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം സുഭാഷ് ചന്ദ്രബോസ്. പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചക്ക് തന്നെ, ഗാന്ധിജി ആയാൽ പോലും ഭയങ്കര കാഴ്ചക്ക് നല്ല ഒരു വ്യക്തിത്വമുള്ള ആളല്ലേ. അതെ, ബോഡിയും നല്ല പൊക്കവും തടിയും അതൊരു പ്രധാന ഘടകമാണ്. മോഡി, അതെ, പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ടില്ലേ? ഒരു ധാർഷ്ട്യമാവട്ടെ സൗമ്യമാവട്ടെ, ഏതായാലും അതൊരു വേറൊരു രൂപമാണ്. അത് നമ്മളോട് ചില കാര്യങ്ങൾ സംവദിക്കും. അവര് വി എസ് അച്യുതാനന്ദൻ, EMS ചില മീറ്റിങ്ങിലൊക്കെ വന്ന് മൗനമായിട്ട് നിന്നാലും ആളുകൾ ശ്രദ്ധിച്ച് നിൽക്കും സാഹൂതം. അടുത്തെന്താണ് അദ്ദേഹം പറയാൻ പോണതെന്ന്. കെ കരുണാകരൻ. ഇപ്പം ലീഡർമാരെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ ലീഡർ. താഴോട്ടുള്ളവർ പിന്നെ നമ്മൾ വേറൊന്നും വേക്കണ്ട. ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണല്ലോ കെ സുധാകരൻ വന്നത്. വരുന്നത് വരെ ഞാനും ഒക്കെ വിചാരിച്ചിരുന്നത്, എല്ലാവരും പറഞ്ഞതാണ് കെ സുധാകരൻ വന്നു കഴിഞ്ഞാൽ ഇത് പൊളിക്കും, എങ്ങനെ ആടിച്ച് പൊളിയാക്കും. കാര്യം കണ്ണൂരിൽ നിന്നാണ്, പിണറായി വിജയനെതിരെ കട്ടയ്ക്ക് നിൽക്കുമെന്ന് പറഞ്ഞു. ഇപ്പം കെ സുധാകരൻ്റെ അവസ്ഥ എന്താ? ഇപ്പം സുധാകരൻ അങ്ങനെ ഒരു കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അതാ ഞാൻ പറഞ്ഞു, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ചില പ്രസ്താവനകൾ നടത്തുന്നതിനപ്പുറം നിൽക്കാൻ പറ്റുന്നില്ല. ഒരു പോരാളി. അതേസമയം KPC പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് വലിയ പോരാളിയായിരുന്നു. അതെ, ആ പോരാളിത്തം അല്ലെങ്കിൽ പോരാളിയുടെ മുഖം ഇപ്പം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നേതൃത്വം എന്ന് പറയുന്നത് വേറൊരു തലമാണ്. ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധി, അവിടെയാണല്ലോ നമ്മുടെ വിഷയം. സോണിയാഗാന്ധി രാജീവിന് ശേഷം സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വയസ്സായി, ഇനിയിപ്പോൾ അവരുടെ പ്രയാസമാണ്. പിന്നെ ഇനി ഒരു സാധ്യത കിടപ്പുള്ളത് നമ്മുടെ പെണ്ണുമ്പിള്ളയിലാണ്, മറ്റേ പ്രിയങ്ക ഗാന്ധി. അവരൊരു ബോഡി ലാംഗ്വേജ്. അവർ കടന്നു വന്നപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഈ രാഹുൽ ഗാന്ധിയെ പോലെ ആയിരിക്കില്ല, ഗൗരവ. പക്ഷെ അവരും മണ്ടത്തരങ്ങൾ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അവരെ കണ്ടാലൊക്കെ നല്ല ഗെറ്റപ്പ് ഉണ്ട്. ആ ഒരു ലീഡറിന്റെ ഒരു ഗെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ പറയുന്നതിൽ പലപ്പോഴും ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവർക്ക്. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു നേതാവ് വന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. മറുവശത്ത് BJP തീർച്ചയായിട്ടും ഈ അവർ കിട്ടുന്ന ആയുധമൊക്കെ എടുത്ത് അടിക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ. കിട്ടുന്ന ആയുധമാണ് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ BJP-യേക്കാൾ ഭയപ്പെടേണ്ടത് ഇപ്പുറത്ത് സ്വാമി അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ കേസ് എങ്ങനെ പോകുമെന്നുള്ളതിനനുസരിച്ച് തന്നെയായിരിക്കും ഇവരുടെ രാഷ്ട്രീയ ഭാവി. കോൺഗ്രസ് പിന്നെ ഇല്ലല്ലോ, ഇപ്പം വല്ലാതെ രൂപത്തിലല്ലേ ഇന്ത്യയിൽ നിൽക്കുന്നത്. ഘടനാപരമായിട്ട് കോൺഗ്രസ് വലിയ ദൗർബല്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദൗർബല്യത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതായിരിക്കും, ആക്കം കൂട്ടുന്നതായിരിക്കും ഈ കേസുമായിട്ട് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരാനാണ് സാധ്യതയുള്ളത്.